നമസ്കാരം എല്ലാവർക്കും VMC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ Tata Tiago Nrgയുടെ കുറച്ച് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളിലൊക്കെ നല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും മെയിൽ ഐഡിയിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പം പലരും ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് എനിക്ക് വന്നത് ഈ വണ്ടിക്കകത്ത് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ചെയ്തിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളുമായിരുന്നു. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും ചോദിച്ചു, ബ്രോ വണ്ടി എടുത്തതിന് ശേഷം ഷോറൂമിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്സസറീസ് ചെയ്തിട്ടുണ്ടോ, അതിനൊക്കെ എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളും ആയത്, അല്ലാതെ പുറത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ ആക്സസറീസ് കയറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ ഒരുപാട് ഡൗട്ട്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങ് വീഡിയോയിലോട്ട് പോകാം, അധികം സംസാരിച്ച് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഷോറൂമിൽ നിന്ന് എന്തൊക്കെ ആക്സസറീസാണ് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ വണ്ടിയുടെ എല്ലാം ബമ്പർ ഗാർഡ്, അതുപോലെ ഡോർ ഗാർഡ്, ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. അതാണ്ട് ഈ കാണുന്ന പോലെ ബമ്പർ ഗാർഡ്, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ക്രോം ഫിനിഷ് വരുന്ന സാധനമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ 2 ബമ്പറിനും പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ബമ്പേഴ്സിനും 2 സൈഡിലും കോർണറിലായിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. അതുപോലെ നമ്മുടെ 4 ഡോറിൻ്റെയും താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ബമ്പർ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഷോറൂമിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾക്കും കൂടെ ഷോറൂമിൽ നിന്ന് 4200 രൂപയാണ് ആയത്. അതായത് ബമ്പർ ഗാർഡ്സ്, 4 ഡോറിൻ്റെയും ഗാർഡ്സ്, ഇത് ഇത്രയും കൂടെ ചേർത്ത് 4200 രൂപയാണ് അവർ അതിന് ചാർജ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത മറ്റൊരു ആക്സസറി നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഫ്രണ്ട് പോർഷനായിട്ട് 2 ബ്ലാക്ക് ഡോട്ട്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് നമ്മുടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സാണ്. ഈ വണ്ടിക്ക് ഓൾറെഡി ഇൻബിൽഡായിട്ട് ബാക്ക് സെൻസേഴ്സും ബാക്ക് ക്യാമറയും ഉണ്ട്. പക്ഷേ അതിന് പുറമെ അഡീഷണലായിട്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് ഈ പറയുന്ന ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഷോറൂമിൽ നിന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി അത്യാവശ്യം നല്ല ക്യാഷ് ആവുന്ന സംഭവമാണ്. പക്ഷേ നമുക്കിത് ഫ്രീ ആയിട്ട് ആണ് ചെയ്തത്. നമ്മൾ ഏകദേശം ഓണം ടൈമിലാണ് ഈ ഒരു വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓണം ഓഫറായിട്ട് ഞാൻ ചോദിച്ച് ഫ്രീ ആയിട്ട് മേടിച്ചൊരു സംഭവമാണിത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചാൽ മാത്രമേ അവർ ഫ്രീ ആയിട്ട് ചെയ്ത് തരത്തുള്ളൂ. അപ്പം നിങ്ങൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുക. അവരെ നിർബന്ധിക്കുക, അവർ ചെയ്തു തരും. അപ്പോൾ അതാണ് ആ ഒരു ആക്സസറി. നമുക്ക് അടുത്ത ആക്സസറി എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ ഷോറൂമിൽ ചെയ്ത മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആക്സസറിയാണ് നമ്മുടെ ഡോർ വൈസേഴ്സ്. അത് നമ്മൾ ടാറ്റയുടെ ഷോറൂമിൽ നിന്ന് തന്നെ ടാറ്റയുടെ ഒഫീഷ്യൽ എംബ്ലത്തോട് കൂടിയിട്ടുള്ള വൈസേഴ്സാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് പുറത്ത് ഈ പറയുന്ന പല ആക്സസറീസും ചെറിയ വിലയ്ക്കൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ടാറ്റയുടെ ജെന്യൂൻ സാധനങ്ങളാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം 4 ഡോറിലും ഡോർ വൈസേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് എലമെൻ്റ് അകത്ത് ഇത്തരത്തിലുള്ളൊരു ക്രോം ഫിനിഷ് പോകുന്ന രീതിയിലുള്ള വൈസേഴ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതിന് ഏതാണ്ട് 2800 രൂപയാണ് ഈ 4 വൈസറിനും കൂടെ അയക്കുന്നത്. നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. അടുത്ത നമുക്ക് ആക്സസറി എന്താണെന്ന് നോക്കാം. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടുള്ള ആക്സസറീസ്. അടുത്ത ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം നമ്മൾ വെളിയിൽ നിന്ന് ചെയ്തതാണ്. അത് നമുക്ക് വഴിയെ പറയാം. ഇനി നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വണ്ടിയുടെ അണ്ടർ ബോഡി കോട്ടിങ് ഷോറൂമിൽ നിന്നാണ് ചെയ്തത്. അത് ഏതാണ്ട് 5 വർഷം വാറണ്ടി ഉള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. അതാകുമ്പോൾ അത്യാവശ്യം റസ്റ്റും കാര്യങ്ങളൊക്കെ അടിയിൽ വരാതെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ 5 വർഷം വാറണ്ടിയുള്ള നല്ലൊരു കമ്പനിയുടെ അണ്ടർ ബോഡി കോട്ടിങ്ങാണ് അവർ ഷോറൂമിൽ നിന്ന് നമുക്ക് ചെയ്തു തന്നത്. അതിന് പ്രൈസ് ഏതാണ്ട് 3300 രൂപയാണ്. അപ്പോൾ വെളിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റേറ്റ് ആകുമെന്ന് തോന്നുന്നു. പലയിടത്തും കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് ഞാൻ അന്വേഷിച്ചപ്പം മനസ്സിലായത്. അപ്പോൾ എന്തായാലും 3300 രൂപയ്ക്ക് നമുക്ക് അണ്ടർ ബോഡി കോട്ടിങ് ഷോറൂമിൽ നിന്നാണ് നമ്മൾ ചെയ്തത്. 5 വർഷം വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും വേണ്ട. ഫ്രീ ആയിട്ട് അവർ റീകോട്ടിങ് ചെയ്യും എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെയായിരുന്നു ഷോറൂമിലെ കാര്യങ്ങൾ. അടുത്ത നമുക്ക് വെളിയിൽ നിന്ന് എന്തൊക്കെ ആക്സസറീസാണ് ഞാൻ ഈ വണ്ടിയിൽ ചേർന്നത് നമുക്ക് നോക്കാം. ഇനി ഇതിന് പുറമെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇത്രയൊക്കെയാണ് പ്രൈസ് ആയതെങ്കിൽ പോലും നമുക്ക് ടോട്ടലായിട്ട് വണ്ടിയുടെ ഫൈനൽ ഓൺ റോഡ് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഏതാണ്ട് 23,000 രൂപ ഒരു ഓഫറിൽ കുറച്ചായിരുന്നു തന്നത്. അതിൻ്റെ അകത്ത് ആക്സസറീസിൻ്റെ ഭാഗത്തുനിന്നും ഏതാണ്ട് 3000 രൂപയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ഇത്രയൊക്കെ പ്രൈസ് പറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ഒരു ഓണം ടൈം ഓഫറിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ആക്സസറീസിനൊന്നും അത്രയും വില ആയിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേക നോട്ടായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ നല്ലൊരു സീസണൽ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ബെനിഫിറ്റ്സ് നമുക്കുണ്ടാവും. അപ്പം അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതിന് പുറമെ നമ്മൾ കൊല്ലം ബൈപ്പാസ് റോഡിൽ തന്നെയുള്ള ഓട്ടോ സെറാമിക് എന്ന് പറയുന്ന പ്രീമിയം ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ ചെന്നിട്ട് നമ്മുടെ വണ്ടി ഗ്രാഫൈൻ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫൈൻ കോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗ്രാഫൈൻ കോട്ടിങ്ങും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അതും നമ്മൾ വണ്ടി ചെയ്തിട്ടുണ്ട്. ഏകദേശം 17,000 രൂപ അടുപ്പിച്ച് അതിന് റേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെളിയിൽ നിന്ന് ആക്സസറീസ് എന്ന് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും മേടിച്ച പല ആക്സസറീസാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പലതും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ വെളിയിൽ നിന്ന് നമ്മളൊരു കടയിൽ നിന്ന് ഇതിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽസ് പറയാം.
അപ്പോൾ ആദ്യം നമ്മൾ അടുത്ത് നോക്കുന്നത് കണ്ട് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ഡോർ ഗാർഡ്സ് നമ്മൾ 4 ഡോറിനും ചെയ്തിട്ടുണ്ട്, സൈഡിൽ എക്സ്ട്രാ പ്രൊട്ടക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസ് ഏറ്റവും വലിയ യൂസ് എന്താണെന്ന് വെച്ചാൽ പലയിടത്തും നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡോറ് തുറക്കുമെന്ന് വെച്ചാൽ അടുത്ത് ഏതെങ്കിലും ഒരു വണ്ടി ക്ലോസ് ആയിട്ടുകൊണ്ട് പാർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ വന്ന് തട്ടി പെയിൻറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഗാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗാർഡ് വന്നേ ആദ്യമേ ആ ഒരു ഡോറിൽ തട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കി ഡോറിനൊന്നും ഒരു സ്ക്രാച്ചും കാര്യങ്ങളും വരത്തില്ല. അങ്ങനെ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. ആക്ച്വലി പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ, പക്ഷേ നല്ല സ്ട്രോങ് ആണ് സാധനം. വെറും 220 രൂപയേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പേരും സഹിതം കൊടുത്തേക്കാം. അപ്പം 4 ഡോറിന് നമ്മൾ ഈ ഒരു സംഭവം ചേർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ സ്ലൈഡിങ് പൊസിഷനിലാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു സ്റ്റിക്കർ ഇതിൻ്റെ അകത്ത് നമ്മുടെ പെട്രോൾ ടാങ്കിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ പെട്രോൾ ആണെന്ന് മെൻഷൻ ചെയ്യുന്നൊരു നൈസ് സ്റ്റിക്കറാണ്. ഒരു ബ്ലാക്കിൻ്റെ അകത്ത് റെഡ് സംഭവമൊക്കെ വരുന്ന രീതിയിൽ നൈസ് ഒരു സ്റ്റിക്കറാണ്. ഇതിൻ്റെ മേളിൽ കൂടെ ഒരു ചെറിയൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും വീണ് കഴിഞ്ഞാൽ അങ്ങനെ ഇളകി പോകുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാര സംഭവമാണെങ്കിൽ പോലും യൂസ് ഉള്ളതാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഡീസലൊന്നും കയറി അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രിവെൻഷനാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെട്രോൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് നല്ലതാണ്. വലിയ റേറ്റും കാര്യമൊന്നുമില്ല. വെറും 178 രൂപയ്ക്ക് ഞാൻ ഒട്ടിച്ച സാധനമാണ്. പക്ഷേ നൈസ് സാധനമാണ്. മഴയത്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുവരെ ഇളകിയൊന്നും പോയിട്ടില്ല. അപ്പം ഇതാണ് പിന്നെ അഡീഷണലായിട്ട് വെളിയിൽ നിന്ന് ഒട്ടിച്ചൊരു സംഭവം. അടുത്തായിട്ട് നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അക്സസറീസ് വെളിയിൽ നിന്ന് മേടിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഡോർ സിൽ പ്ലേറ്റ് പ്രൊട്ടക്ടേഴ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതുകൊണ്ട് ഈ ഒരു കാണുന്ന സാധനമാണിത്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കുന്ന ഒരു റബ്ബർ മെറ്റീരിയലാണിത്. നമുക്ക് ഈസിയായിട്ട് നമുക്ക് തന്നെ മേടിച്ച് ഒട്ടിക്കാം. 3mm ടേപ്പ് തന്നെയാണ്, നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേരും ഒക്കെ വണ്ടിയിലോട്ട് കയറുമ്പോൾ മിക്കവാറും ഈ ഒരു പോർഷനിൽ ചവിട്ടിയായിരിക്കും നമ്മൾ കയറുന്നത്, ചെരുപ്പും ഷൂ ഒക്കെ ഇട്ട്. അപ്പം സ്ഥിരമായിട്ട് ചവിട്ടി നമ്മുടെ ഈ ഒരു പോർഷൻ്റെ അവിടെ സ്ക്രാച്ച് വീഴും. ആ ഒരു ഒറിജിനൽ പെയിൻറ്റിൽ സ്ക്രാച്ചും കാര്യങ്ങളും വീഴും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാവുന്നൊരു പ്രൊട്ടക്ടറാണ് ഈ ഒരു സിൽ പ്ലേറ്റ് പ്രൊട്ടക്ടർ. അപ്പോൾ ഇതിൻ്റെ വില ഏതാണ്ട് 800 രൂപ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. 4 ഡോറിൻ്റെ സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. 800 രൂപ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. ഇതല്ലാതെ നമുക്ക് ടാറ്റയുടെ ഒഫീഷ്യൽ ഷോറൂമിൽ നിന്ന് ഇതിൻ്റെ ലൈറ്റ് കത്തുന്ന മോഡലുകളൊക്കെ ഉണ്ട്. 4 ഡോറിലും ലൈറ്റ് കത്തുന്ന മോഡലൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഭയങ്കര റേറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് ചെയ്യിപ്പിക്കാഞ്ഞത്. അപ്പോൾ നമ്മൾ ടാറ്റയുടെ ഒഫീഷ്യൽ ഷോറൂമിലാണെങ്കിൽ അന്ന് അവർ പറഞ്ഞത് ഫ്രണ്ടിലെ 2 സ്ഥലത്ത് മാത്രം ഈ സിൽ പ്ലേറ്റ് ലൈറ്റ് കത്തുന്ന മോഡൽ വെക്കുകയാണെങ്കിൽ ഏതാണ്ട് 2000 രൂപ അടുപ്പിച്ച് അവർ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലം ഇല്ല. അതുകൊണ്ട് 4 ഡോറിലും കൂടെ നമ്മൾ 800 രൂപയുടെ നല്ലൊരു റബ്ബർ മെറ്റീരിയൽ തന്നെയാണ് ഒട്ടിച്ചേക്കുന്നത്. ലൈറ്റ് കത്തുന്നത് ഒക്കെ വേണമെന്നുള്ളവർ, ക്യാഷ് ഉള്ളവർ അതെടുത്തോ, കുഴപ്പമൊന്നുമില്ല. ചുമ്മാ ലൈറ്റ് കാണാം, ഒരു ആംബിയൻസ് ലൈറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ആ ഒരു സംഭവത്തിൻ്റെ യൂസ്. നമുക്ക് അടുത്ത അക്സസറിയിലോട്ട് പോകാം. അടുത്തായിട്ട് മറ്റൊരു യൂസ്ഫുൾ അക്സസറി വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറർ റെയിൻ ഗാർഡ് എന്ന് പറയും ഈ ഒരു മെറ്റീരിയൽ. ഇതൊരു റബ്ബർ മെറ്റീരിയലാണ്. മറ്റേ ആ ഒരു ഡോറിൻ്റെ ആ ഒരു റബ്ബർ മെറ്റീരിയലിനോട് സിമിലർ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതും നമുക്ക് തന്നെ മേടിച്ച് ഒട്ടിക്കാവുന്നൊരു സംഭവമാണ്. ഇത്തരത്തിൽ മിററിൻ്റെ ഇടയിലായിട്ട് ഒട്ടിച്ച് വെക്കുന്ന ഒരു അക്സസറിയാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുള്ള സമയത്തൊക്കെ നമ്മുടെ വെള്ളം വന്ന് ഈ ഒരു മിറർ മൊത്തം നിറഞ്ഞ് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഗാർഡ്. അതാകുമ്പം വെള്ളം ഒരുവിധം ഉള്ളതെല്ലാം ഈ ഒരു ഗാർഡിൽ തട്ടിത്തെറിച്ച് വെള്ളോട്ട് പോകും. ഈ മിററിൽ വന്നിട്ട് വെള്ളം എല്ലാം കൂടെ തങ്ങി നിൽക്കത്തില്ല. അതിന് വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷനാണിത്. ഇതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ മിററിൻ്റെ അകത്ത് ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു സ്റ്റിക്കറും കിട്ടും. അതായത് ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള സ്റ്റിക്കർ. അതിട്ടാലും നമുക്ക് ഈ പറയുന്ന റെയിൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു മിറർ റെയിൻ ഗാർഡിൻ്റെ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 280 രൂപ ആയിട്ടുള്ളൂ. 2 മിററിന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ്. ഇനി നമുക്ക് അടുത്ത അക്സസറി എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈപ്പർ സ്റ്റീലിലായിട്ട് നമ്മളൊരു റെഡ് റിഫ്ലക്റ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അതിന് യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ടൈമിലൊക്കെ ആ ഒരു റിഫ്ലക്ടറി ലൈറ്റ് അടിച്ചിട്ട് മറ്റുള്ള വണ്ടികൾക്ക് നമ്മുടെ ആ ഒരു വണ്ടി കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണാം, നമ്മുടെ ആ ഒരു ടയർ പോർഷനൊക്കെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു റിഫ്ലക്റ്റേഴ്സാണ് ഇത്. പിന്നെ കാണാനൊരു ലുക്കുമാണ്. അപ്പം ഇത് 4 ഹൈപ്പർ സ്റ്റീൽസിലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അത് കുറച്ച് അധികം റിഫ്ലക്റ്റേഴ്സ് അവർ തരും, ഒരു സെറ്റായിട്ടാണ് തരുന്നത്. അതിൻ്റെ അകത്തുനിന്നുള്ള ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മിററിൻ്റെ സൈഡിലും അതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അതും രാത്രിയിൽ ആ ഒരു ഇരുട്ടത്ത് കാണാനൊരു ഭംഗിയാണ്. ഇതെല്ലാം കൂടെ ലൈറ്റ് അടിക്കുമ്പോൾ കാണാൻ ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ വില ഏതാണ്ട് 300 രൂപ അടുപ്പിച്ചാണ് വന്നത്. 299, 300 രൂപയാണ് വന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഡീറ്റെയിൽസ്. യൂസും പറഞ്ഞു. അടുത്ത നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇൻറ്റീരിയറിലെ കാർ സീറ്റ് കവേഴ്സ് എല്ലാം നമ്മൾ പുറത്തുനിന്നാണ് ചെയ്യിപ്പിച്ചത്. എല്ലാവർക്കും അറിയാവുന്നൊരു ഷോപ്പാണ്, കൊല്ലത്തുള്ള കാർ കൂൾ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ്. ആർട്ടിഫിഷ്യൽ ലെതർ എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഏതാണ്ട് 7000 രൂപയ്ക്കാണ് അവർ ചെയ്തത്. 7500 പറഞ്ഞ് അവസാനം ഒരു 7000 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു സീറ്റ് കവേഴ്സ് ചെയ്ത് തന്നേക്കുന്നത്. പല വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ടാൻ കളർ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ടാനാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ സീറ്റ് കവേഴ്സിന് 7000 രൂപയാണ് വന്നേക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് വീലിനും ഒരു ടാൻ ഫിനിഷുള്ള ലെതർ കവർ ചേർത്തിട്ടുണ്ട്. ഇതിനൊരു 400 രൂപ അടുപ്പിച്ച് ഇതിനായിട്ടുണ്ട്. അപ്പോൾ ഇതും സീറ്റ് കവേഴ്സും കൂടെ നമ്മൾ കാർക്കൂളിൽ നിന്നാണ് ചെയ്യിപ്പിച്ചത്.
ചെയ്യിപ്പിച്ചത്. അതിൽ നിന്ന് കുറച്ച് ഓഫറായിട്ട് അവർ ലാസ്റ്റ് കുറച്ച് ബില്ലിൽ നിന്ന് കുറച്ചൊക്കെയാണ് തന്നത്. അപ്പം അത് ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു ഷോപ്പാണ് കാർകൂൾ. അപ്പം അതാണ് ഇൻറ്റീരിയറിലെ ഒരു വിശേഷം. അടുത്ത നമ്മൾ കാർകൂളിൽ നിന്ന് തന്നെ വണ്ടിയുടെ ഫ്ലോർ മാറ്റ്സ് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അതിന് ഏതാണ്ട് 2600 രൂപയാണ് അവിടെ ചാർജ് ആയത്. അപ്പോൾ നല്ല രീതിയിൽ ഫ്ലോർ മാറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോറൂമിൽ നിന്ന് ഫ്ലോർ മാറ്റ്സ് ചെയ്യിപ്പിച്ചിട്ടില്ലായിരുന്നു. ഫ്ലോർ മാറ്റ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. അത്യാവശ്യം മണ്ണും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ കിടക്കും, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ ഫ്ലോർ മാറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ആക്സസറീസ് എക്സ്ട്രാ വെക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആം റെസ്റ്റ് വെക്കാനുണ്ട്. അപ്പോൾ അതും കാർകൂളിൽ നിന്ന് ഞാൻ ചെയ്യാനിരിക്കുകയാണ്. അതിന് ഏതാണ്ട് 1300 രൂപയാണ് ആം റെസ്റ്റിന് പറയുന്നത്. അപ്പോൾ ആം റെസ്റ്റ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ പലരും ഈ ഒരു ഗിയറിൻ്റെ ലിവറി പിടിച്ചിരുന്നായിരിക്കും വണ്ടി ഓടിക്കുന്നത്. അത് ഗിയർ ലിവറിന് അത്ര നല്ലതല്ല, അത് കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ആണ്. അപ്പോൾ ഒരു ആം റെസ്റ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൈ അതിൻ്റെ പുറത്ത് വെച്ച് സുഖമായിട്ടിരുന്ന് ഓടിക്കാം. അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് അത് പിന്നീട് ഞാനൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് ഒരു 1300 രൂപ പ്രൈസ് നമുക്ക് കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് ഷോറൂമിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഫ്രീ ആയിട്ട് വെച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും എല്ലാം ഫ്ലോർ മാറ്റുകൾ നമ്മൾ ഫ്രീ ആയിട്ട് ഷോറൂമിൽ നിന്ന് വെപ്പിച്ചതാണ്. അത് നമ്മൾ ഷോറൂമിൽ നിന്ന് വെച്ച ഒരു ആക്സസറിയാണ്. അത് നമ്മൾ ഈ ഓണം ടൈം ആയതുകൊണ്ട് ഇതെല്ലാം ഒരു ഓഫറിലാണ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യിപ്പിച്ചത്. അതുപോലെ നമ്മൾ കാറിൻ്റെ ഇൻറ്റീരിയറിലെ AC വെൻസിൽ ഇതുപോലെ ഒരു അലൂമിനിയം പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ മിക്ക ആക്സസറീസും നമ്മൾ തന്നെ മേടിച്ച് ഒട്ടിച്ച സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതിന് ഏതാണ്ട് 200 രൂപ അടുപ്പിച്ചേ വരുന്നുള്ളൂ. അത് പക്ഷേ നമുക്കൊരു 5 കാറിന് ചെയ്യാനുള്ള കണ്ടൻറ്റ് അവർ തരും. ഒരു വയർ പോലെ നേരെ ഇരിക്കുന്ന സാധനം നമുക്കിങ്ങനെ ചുരുട്ടി തരും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് ഓരോ ഇടത്തും നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഈ ഒരു ഭാഗത്തും ഇവിടെയും അതുപോലെ എല്ലാ AC വെൻസിലും നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, ഫുൾ ഇൻറ്റീരിയർ ചാർക്കോൾ ബ്ലാക്കിലാണ് ഇൻറ്റീരിയർ വന്നേക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ക്രോം ഫിനിഷ് വന്ന ഒരു കാണാൻ ഭംഗി കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് നമ്മൾ എക്സ്ട്രാ ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം ബ്ലാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അലുമിനിയം സ്ട്രിപ്പുകൾ എല്ലായിടത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ ചെയ്തൊരു ആക്സസറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടാറ്റ ടിയാഗോ NRGയിൽ നമ്മൾ എന്തൊക്കെ ആക്സസറീസും കാര്യങ്ങളുമാണ് കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ, അല്ലാതെ വെളിയിൽ നിന്ന് ചെയ്ത കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ എല്ലാ ആക്സസറീസിൻ്റെയും പേരും അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും അതിൻ്റെ ലിങ്കും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അതിൽ കയറി ഡയറക്റ്റ് പ്രോഡക്റ്റ് ലിങ്കൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് ഞാൻ അവിടെ തിരുത്തി ഡിസ്ക്രിപ്ഷനിലായിരിക്കും കറക്റ്റാക്കി കൊടുത്തേക്കുന്നത്. അപ്പം അതെല്ലാം നിങ്ങൾ ഓർത്താൽ മതി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ധൈര്യമായിട്ട് ചോദിക്കുക. എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതല്ലേ നല്ലത്. ബൈ.